സോനാമാർഗ് പോയി വരുന്ന വഴിയാണ് ഈ ഒരു പള്ളി നമ്മൾ കണ്ടത് കേട്ടോ. അപ്പൊ നിസ്കരിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പള്ളിയിലേക്ക് കയറിയതാണ്. അപ്പൊ കയറുന്ന സമയത്ത് തന്നെ അവിടെ കുറച്ച് കാരണന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാല് നല്ല ഒരുപാട് പഴക്കമുള്ള നല്ല മരത്തിന്റെ തടികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഉൾവശത്ത് നമ്മൾ കണ്ടൊരു അനുഭവം, ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ്, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയുണ്ട്. കാരണം അവിടെ തണുപ്പ് സീസണൊക്കെ അവസാനത്തിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇതിന്റെ പുറമെ ഈ ഒരു ഭാഗത്ത്, ഈ ഇരിക്കുന്ന ഒരു ഭാഗത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരേ പള്ളിയിൽ തന്നെ രണ്ട് സ്ഥലത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ ഉള്ളത് കൊണ്ട് അതെന്താണ് നമ്മൾ ഇവരോട് ചോദിച്ചിട്ടോ. ഇപ്പൊ ചോദിച്ച സമയത്താണ് ഇവരിതിന്റെ കാര്യം നമുക്ക് പറഞ്ഞു തന്നത്. ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പുറകുവശത്തേക്ക് നമ്മളെ കൂട്ടി കൊണ്ടുപോയിട്ടോ. അപ്പൊ കൊണ്ടുപോയ സമയത്ത് അവിടെ നമ്മളെ ഈ കൊപ്രച്ചേവൊക്കെ പോലെയുള്ള ഒരു ഭാഗമാണ് അവിടെ കാണിച്ചത് കേട്ടോ. ഒരു ഡോറ് തുറന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളില് നല്ല പുകഞ്ഞോണ്ടിരിക്കുന്ന നല്ലൊരു കനലൊക്കെ കൂടുതലായിട്ടുള്ള ഒരു അടുപ്പുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു ചൂടുണ്ടാവുന്നത്. അതായത് നല്ല വിറകുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് കത്തിച്ചിട്ട് ആ ടെമ്പറേച്ചർ ആണ് മുകളിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ അവിടെ ടോപ്പില് കോൺക്രീറ്റ് അല്ല, മരങ്ങൾ കൊണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ആ ഒരു ചൂടാണ് അവിടേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന കരികളൊക്കെയാണ് ഈ കൂട്ടി ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വെച്ചിരിക്കുന്ന ഭാഗത്തിന്റെ നേരെ മുകളിൽ തന്നെ ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ. ടാങ്കിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലുള്ള ടാങ്കില് അതിലൊരു പൈപ്പ് ഈ തീയിട്ടതിന്റെ മുകളിലൂടെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഈ ഒരു ചൂട് എപ്പോഴും കിട്ടുന്നത് കൊണ്ട് തന്നെ പൈപ്പിലൂടെ വരുന്ന വെള്ളവും നല്ല ചൂടുള്ളത് തന്നെയുണ്ട്. അപ്പൊ ഒരേ സമയത്ത് തന്നെ രണ്ട് ഉപകാരങ്ങളാണ് ഇതുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ ഒരു ഇദ്ദേഹം നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു.